ഇവിടെ വലിയ പശുക്കൾ മുതൽ ചെറിയ പശുക്കൾ വരെ ഉണ്ട്. 1-ാം പേര്, 2-ാം പേര്, 3-ാം പേര്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വിലയിൽ വളരെ കുറവായിട്ട് പൈക്കൾ എടുത്തു തരാൻ ഞാൻ തയ്യാറാണ്. ഒറിജിനൽ ജേഴ്സിയാണ്, 2-ാം ലിറ്റർ പയ്യാണ്. ഒരു 20 ലിറ്റർ താഴെ ഒരു 10-18 ലിറ്റർ പാല് കടിക്കും. ഫാമുകളിലേക്ക് പറ്റിയ പൈക്കൾ. ഇത് 2-ാമത്തെ കിടാരി ഒരു 25 ലിറ്റർ കടിക്കുന്നതാണ് എൻ്റെ നിഗമനം. കോഴിക്കോട്ടേക്ക് കൊടുത്തതാ. അപ്പോൾ അവരുടെ വണ്ടി കയറ്റി നിർത്തിയിറക്കണം, വണ്ടി പോവുക. ഏത് തരം പശുക്കളെ വേണമെങ്കിലും മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് നോക്കി എടുത്തു തരുന്ന ഒരു ആളാണ് നമ്മുടെ മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടൻ ഈ ആഴ്ച നമ്മൾ അടിപൊളി പശുക്കളുടെ ഒരു കളക്ഷനുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കണ്ടില്ല, നല്ല സൂപ്പർ ഒരു ജേഴ്സി പശുവാണ്. നല്ല അത്യാവശ്യം ഹെവി സൈസിലുള്ള ഫാമിലേക്കും വീട്ടുകാർക്കും പറ്റിയ തരത്തിലുള്ള കിടുക്കാച്ച ഒരു ജേഴ്സി പശുവാണ് കയ്യിലിരിക്കുന്നത്. മണിച്ചേട്ടാ, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? 2-ാം ലിറ്റർ പൈ ഒറിജിനൽ ജേഴ്സി 2-ാമത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല മടി സെറ്റ് കാര്യങ്ങളുള്ള നല്ല ഹെവി ഒരു പശുവാണ്. നല്ല ജൈന്റ് ഒരു ജേഴ്സിയാണ് കേട്ടോ. ഒറിജിനൽ ജേഴ്സിയാണ്, 2-ാം ലിറ്റർ പയ്യാണ്. ഒരു 20 ലിറ്റർ താഴെ ഒരു 10-18 ലിറ്റർ പാല് കടിക്കും. 18 ലിറ്റർ നമുക്ക് കിട്ടും. കഴിക്കും. ഫസ്റ്റ് 15 ലിറ്റർ കടിച്ച പയ്യ. 18 ലിറ്റർ കിട്ടിയതാണ് കടിച്ച പയ്യാണ്. അപ്പൊ അത് കാരണം ഇത് നമുക്ക് എന്താ പറഞ്ഞാൽ അറിമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുത്താലും നമ്മൾ ആരും ഒരു കുറ്റവും പറയത്തില്ല. അതെ അതെ, നല്ല തടി വലുപ്പത്തിലുള്ള പശു. നല്ല തടി വലുപ്പത്തിലുള്ള പയ്യാണ്. ഇതിപ്പോ എത്ര ദിവസം ഉണ്ട് ചേട്ടാ? ഇത് ഒരാഴ്ചനുള്ളിലാവും. ഒരാഴ്ചക്കുള്ളിലാണ് പ്രസവിക്കാരായതുകൊണ്ടല്ലേ. നല്ല സൂപ്പർ മടിയതാ. അതെ അതെ അതെ. നമുക്ക് ഇതൊക്കെ എങ്ങനെ ചോദിക്കുന്നത്? ഇതൊക്കെ 75-80 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. 75-80 രൂപ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല പയ്യാണ്. HF ക്രോസിന്റെ പാല് വെള്ളം കഴിക്കും. അതെ, HF ക്രോസിന്റെ പാല് കഴിക്കും. ഒരു എന്തായാലും ഒരു 10-65-70 ഉറുപ്പിന്റെ അടുത്ത് കൊടുക്കണം ഈ പൈ. അപ്പൊ നമ്മുടെ സ്വാമുകാർക്ക് പറ്റുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി 2 പശുക്കൾ കേട്ടോ. നല്ല ജൈന്റ് 2 പശുക്കളാണ്. നമ്മുടെ 1-ാം പേര്, 2-ാം പേര്, അങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? ഇതിപ്പോ എത്രാമത്തെ പല്ല ചേട്ടാ? ഇത് 2 പല്ല് കിടാരിയാ. 2 പല്ല് കിടാരിയാണ്. നല്ല ഹെവി സൈസിലുള്ള പശുവാണ്. നമ്മുടെ മണിച്ചേട്ടന്റെ തല ഹെഡ് കണ്ടോ? നമ്മുടെ മണിച്ചേട്ടന്റെ നല്ല പൊക്കുള്ള പയ്യ. ഇനിയിപ്പം എത്ര ദിവസം ഉണ്ടാവും ചേട്ടാ? ഒരു 10 ദിവസം മേലാവും. 10 ദിവസത്തിന് മേലാവും. അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള പശു. ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ? ഇത് 2-ാമത്തെ കിടാരി HF ക്രോസ്. HF ക്രോസ് 2-ാമത്തെ കിടാരി 6 പല്ല് കിടാരി. 6 പല്ല അല്ലേ? 6 പല്ല് കിടാരി. നമുക്ക് ഇതൊക്കെ അത്യാവശ്യം പാൽശേഷിയുള്ള പശുക്കളാണ്. ഇവിടെ ഈ ഒരു കെട്ടുതറയിൽ എത്ര രൂപയ്ക്ക് നമുക്ക്? ഇത് ഈ കെട്ടുതറയിലുള്ളത് 50 മേലെ 1 ലക്ഷത്തിന് മേലെയുള്ള കെട്ടുതറയിലുള്ള പൈക്കളുണ്ട്. ഓക്കെ. നമുക്ക് ഇതിന്റെ ഒരു പാൽശേഷി എത്ര പറയുന്നുണ്ട്? ഇത് 2-ാമത്തെ കിടാരി 25 ലിറ്റർ കടിക്കുന്നതാണ് എന്റെ നിഗമനം. 25 ലിറ്റർ കടിക്കുന്നതാണ് എന്റെ നിഗമനം. നമുക്ക് ഫാമിലേക്ക് പറ്റിയ പശു, ഫാമുകളിലേക്ക് പറ്റിയ പൈക്കളാ. ഓക്കെ. ഇപ്പൊ ഇവള് കന്നിയായതുകൊണ്ട് നമുക്ക് അതിന്റെ പറയുന്നില്ല, അത് പറയാൻ പറ്റില്ല. അപ്പൊ 2-ാം പല്ലാണ്, നമുക്ക് കന്നിയാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ പാലിന് എന്നാലും നല്ല പാൽശേഷിയുള്ള ബ്രീഡുള്ള പശുവാണ്. നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു വില എങ്ങനെ വരും? വില എല്ലാം ലക്ഷത്തിന് മേലെയുള്ള പയ്യകളാണ്. 1 ലക്ഷത്തിന് മേലെ നോക്കിയാൽ മതി. എന്താ നല്ല പയ്യകളാണ്. അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞ് 75-85 പറഞ്ഞിട്ടുള്ള പയ്യകളെല്ലാം നല്ല പയ്യകളാണ്. അവർക്ക് വരുന്നവർക്ക് അറിയാം ഇത് എങ്ങനത്തെ പയ്യ പറ്റും, എന്ത് വിലയാണെന്നുള്ളത്. ഓക്കെ. അപ്പൊ വിലയുടെ കാര്യം ചേട്ടൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കൊടുക്കാം. ഈ 2 പൈകൾ വീട്ടുകാർക്ക് പറ്റിയ പൈകളാണ്. സ്കീമിലേക്ക് പറ്റിയ ചെറു പൈകളാണ്, ജേഴ്സികളാണ്. ഓക്കെ. ഇതിപ്പോ നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഭംഗിയുള്ള ഒരു മൊട്ട ജേഴ്സി ആട്ടോ. ഇത് മൊട്ട ജേഴ്സി 2-ാമത്തെ ഈറ്റ. 2-ാമത്തെ ഈറ്റ. ഇത് ഫസ്റ്റ് പ്രസവം. അത് ഫസ്റ്റ് പ്രസവമാണ്. ജേഴ്സിയാണ്. അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് എല്ലാം ആവും. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? എല്ലാം ഒരാഴ്ച കൊണ്ട് ആവും. പാലൊരു 15 താഴെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് വിലപ്പാവും അതനുസരിച്ചുണ്ട്. വിലഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എടുത്തോളൂ? ഇത് 60 താഴെ 50 മേലെയായിട്ട് ആ റേഞ്ച് നമുക്ക്. ഇവളെ നമുക്ക് കന്നിയാണ്. കന്നിയുടെ കാര്യം നമുക്ക് പാലിന്റെ പറയാൻ പറ്റത്തില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പയ്യ. അതെ അതെ, നല്ല ആരോഗ്യമുള്ള പശു. നല്ല ആരോഗ്യം. ഇതും ആരോഗ്യമുണ്ട്. ഇപ്പൊ വയറ് നിറഞ്ഞ് വെള്ളമൊന്നും കൊടുത്തില്ല. വെള്ളം കൊടുത്ത് വയറ് നിറഞ്ഞ് കാണാനൊക്കെ നന്നായിരിക്കും. അതെ അതെ അതെ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നല്ല മേയാൻ പറ്റിയതും നമ്മുടെ നാട്ടിലേക്ക് പറ്റിയ പൈകളാണ്. എല്ലാം 2-ാം ലിറ്റർ പയ്യകളാ. ഒരു 10 ദിവസം പഠിക്കും. 2 10 ദിവസം പഠിക്കും. 1 15 ദിവസം പഠിക്കും. എല്ലാം 15-ന്റെ മേപ്പിട്ട് കടിക്കും. ആ രീതിയിലുള്ള പയ്യകൾ. നമുക്ക് എവിടേക്കാ പോകുന്നത്? ഇത് കോഴിക്കോട്ടേക്ക് കൊടുത്തതാ. കോഴിക്കോട്ടേക്ക് പാർട്ടിയെ ഇല്ല. പാർട്ടി പറഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ട് പോയതാ. അപ്പൊ അവരുടെ വണ്ടി കയറ്റി നിർത്തിയിറക്കണം. വണ്ടി പോവുക. നമുക്ക് വിലഭാഗം എങ്ങനെയാണ്? വിലഭാഗമൊക്കെ 70-ന്റെ അങ്ങനെയുണ്ട്, 65-ന്റെ ഉണ്ട്. അതിന്റെ തടി വലിപ്പത്തിന്റെ അങ്ങനത്തെ ഉള്ള പൈകളാണ്. നല്ല പൈകളാണ്. നല്ല പാൽശേഷിയുള്ള പൈകളാണ്. രക്തബലമുള്ള പൈകളാണ്. HF ക്രോസാ. 2-ാമത്തെ HF ക്രോസ് ആണ്. HF ക്രോസ് ഒരു 15 ദിവസം പിടിക്കും പ്രസവിക്കാൻ. 15 ദിവസം പിടിക്കും. നോക്കട്ടെ, മടിയായിട്ടില്ല. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശു തന്നെയാണ്. മനുഷ്യന്റെ തോൾ പൊക്കം വരുന്നുണ്ട്. നല്ല പൊക്കം പോലെ ഒക്കെ ഉണ്ട്. നല്ല ഐസിലുള്ള പയ്യാണ്.
ഒരു 15 ദിവസം ഈ സമയത്ത് പൈ മേടിക്കുകയാണെങ്കിൽ നമുക്ക് 10 രൂപ കുറവായി മേടിച്ചു കൊടുക്കാം. പിന്നെ നല്ല പാൽശേഷിയുള്ള പശുവാണ്. അതാണ് മാടി പ്രസവിച്ചാലേ അറിയുള്ളൂ. ഒരു 18 മേലെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? 10-15 ലിറ്റർ പാല് ഫുള്ളായി കഴിക്കും. ആ രീതി കിട്ടും. ഉറപ്പായിട്ടും കഴിക്കും. അതിന് ഗ്യാരണ്ടി ഒക്കെ ആ രീതിയിലുള്ള പശുവാണ്. പിന്നെ നമുക്ക് ഈ ഒരു പരുവത്തി നമുക്ക് മേടിച്ചോണ്ട് പോകണമെങ്കിൽ എത്ര രൂപ? ഇപ്പൊ 10-60 ഉറുപ്പിന്റെ മേലെ എങ്ങനെയാ ഇത് മേടിക്കാം? അതായത് ഒരു 15 ദിവസം ടൈം ഉണ്ട്. 10-60 രൂപയ്ക്കകത്ത് നമുക്ക് മേടിച്ചോണ്ട് പോകാൻ പറ്റുന്ന ഒരു പരിപാടി. ഇപ്പോ പ്രസവിക്കാനാവുമ്പോഴോ പ്രസവിച്ചു കഴിഞ്ഞാൽ വില കൂടും. അതെ അതെ. ശരിക്കും നമുക്ക് ഈ ഒരു പരുവത്തിലുള്ള പശുക്കളെ വാങ്ങുന്നത് എപ്പോഴും നല്ലതല്ല. അതായത് ലോങ് പോകുമ്പോൾ 100-200 കിലോമീറ്റർ അപ്പുറമൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പൈകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി അവരുടെ കെൽത്ത് വളരെ നന്നായിരിക്കും. അവിടെ കൊണ്ട് തീനും കൂടി എല്ലാം കറക്റ്റായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പോൾ ലോങ് പോകുമ്പോൾ അവർക്ക് വണ്ടി വാടകയ്ക്കും മെച്ചം കടിക്കും. അവിടെ കൊണ്ടുപോയി നോക്കി തീനും കൂടിയൊക്കെ കഴിഞ്ഞ് മാട് പ്രസവമാകുന്ന സമയത്ത് അവർ വിലപ്പാവും ഉണ്ടാവും. ഒരു തെറ്റും വരത്തില്ല. ഇത് 2 പൈ ജേഴ്സി. 2 ജേഴ്സി മുട്ടയാണ്. നല്ല ഉരുണ്ടിട്ട് നമുക്ക് എന്താ പറയാ, നല്ല അടിപൊളി, നല്ല രസമാണ്. നല്ല രസം. ഒരു ചെറുകിട പാർട്ടികൾക്ക് നല്ല പാകം, സ്കീമുകാർക്കും പറ്റിയ പയ്യ. നമുക്ക് വീട്ടുപാർട്ടിക്ക്, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള തരത്തിലുള്ള. നല്ല മടിയാകുമ്പോ വേണ്ട, നല്ല മടിയാകുമ്പോ പ്രസവിക്കാറായി. എത്ര ലിറ്റർ പാൽ കിട്ടും? ഇത് ഒരു 12 ലിറ്റർ മേൽ പാൽ കടിക്കും. 12 ലിറ്റർ കിട്ടും 2 നേരം കൂടി. ആ രീതിയിലുള്ള പശുവാണ്. വലുതെന്തിന് കറക്കാൻ വലുതൊന്നും വേണ്ട. നല്ല രസമുണ്ട്. നല്ല ഒരു വീട്ടിൽ കൊണ്ടുപോയി ഐശ്വര്യമുള്ള പയ്യ. നമുക്ക് ഇതൊക്കെ എത്ര രൂപ ചോദിക്കുന്നു? ഇതൊരു എന്താ പറഞ്ഞ വിലയൊക്കെ 60 മേലെ ചോദിക്കുന്ന 50 മേലെ കൊടുക്കേണ്ടി വരും. 50 നമുക്ക് ആ റേഞ്ചിന് ഒതുക്കി കിട്ടില്ലേ? ആള് വരട്ടെ. ആള് വന്നിട്ട് ഇത് അപ്പോഴത്തെ നമ്മൾ സംസാരിക്കുമ്പോ എന്താ വേണ്ടി ചെയ്യാലോ. നല്ല ഐശ്വര്യമുള്ളൊരു പശു.